കത്തോലിക്ക വിശ്വാസത്തിന്റെ പ്രഘോഷണവുമായി ഈ ലോകത്തിൽ തലയുയർത്തി നിൽക്കുന്ന നിരവധി ദേവാലയങ്ങളുണ്ട്. ഒന്നിനൊന്ന് വ്യത്യസ്തവും മനോഹരവുമാണ് അവ ഓരോന്നും. ചിലതൊക്കെ ഏതെങ്കിലും തരത്തിൽ സാമ്യത പുലർത്തുന്നുമുണ്ട്. എന്നാൽ ഈ ലോകത്തിലുള്ള മറ്റൊരു ദേവാലയവുമായും വിദൂര സാദൃശ്യം പോലുമില്ലാത്ത ഒരു ദേവാലയമുണ്ട്. ഏതാണ് ഈ ദേവാലയമെന്ന് അറിയാമോ? ഔർ ലേഡി ഓഫ് ലാപ്പ ചാപ്പൽ എന്നാണ് ആ ദേവാലയത്തിന്റെ പേര്. പോർച്ചുഗലിലെ പോർട്ടോയിൽ നിന്ന് 40 മൈൽ വടക്കുള്ള പെനാമോറിൻഹ കുന്നിൻ ചെരുവിൽ സൗട്ടല്ലോ ഇടവകയിലാണ് ഈ ദേവാലയമുള്ളത്. ഒരു ഭീമൻ മത്തങ്ങയുടെ ആകൃതിയിലുള്ള പാറയ്ക്കുള്ളിൽ ത്രികോണാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ദേവാലയം 1694 പണികഴിപ്പിക്കപ്പെട്ടത്. പ്രകൃതിദത്തമായ പാറക്കെട്ടിന്റെ ചുവട്ടിലെ മനുഷ്യനിർമ്മിതമായ പള്ളിയെന്നും പ്രകൃതിയും മനുഷ്യനും ചേർന്നൊരുക്കിയിരിക്കുന്ന അത്ഭുത കാഴ്ചയെന്നും ഈ ദേവാലയത്തെ വിശേഷിപ്പിക്കാം. ജോവ ഗൊൺസാൽവസും ഭാര്യ മർഗരീഡ ഡാ സിൽവയും ചേർന്നാണ് പ്രകൃതിദത്തമായ പാറയുടെ ചുവടെ മനുഷ്യനിർമ്മിതമായ ഈ ദേവാലയത്തിന് രൂപം നൽകിയിരിക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു ഭൂപ്രദേശമാണ് ദേവാലയത്തിൻ്റേത്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഇവിടെ നടന്നതായും പാരമ്പര്യ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇവിടം. പ്രധാന തീർത്ഥാടനം നടക്കുന്നത് ജൂലൈയിലെ 2ാമത്തെ ഞായറാഴ്ചയാണ്. ഒറ്റപ്പെട്ട ഒരു കുന്നിൻ ചെരുവിൽ ഇതുപോലെയുള്ളൊരു പള്ളി പണിയുക എന്നത് ഇന്നുപോലും ചിന്തിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോഴാണ് 17ാം നൂറ്റാണ്ടിൽ ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നു എന്നത് നിർമ്മാണ വൈദഗ്ധ്യത്തിൽ വിസ്മയമായി നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിദത്ത പാറയിൽ പണിതിരിക്കുന്ന ഈ ചാപ്പലിനെ എഞ്ചിനീയറിംഗ് അത്ഭുതമായിട്ടാണ് ഇന്ന് ലോകം കണക്കാക്കി പോരുന്നത്.